അങ്ങനെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. നമ്മുടെ നോമിനേഷൻ്റെ പ്രൊമോ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള നോമിനേഷൻ പോലെയല്ല, ഇതൊരു വെറൈറ്റി നോമിനേഷനായിട്ടാണ് വന്നത്. ഇതുപോലൊരു നോമിനേഷൻ ഇതുവരെയായിട്ടും ബിഗ് ബോസ് സീസണിൽ ഞാൻ കണ്ടിട്ടില്ലായിട്ടില്ല. മറ്റു ഭാഷകളിലുണ്ടോയെന്നറിയില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ലിവിങ് റൂമിലിരുന്ന് കൺവെർഷൻ റൂമിൽ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഓപ്പൺ നോമിനേഷൻ പോലെയല്ല. ഇതും ഓപ്പൺ നോമിനേഷനാണെന്ന് തോന്നുന്നു. പക്ഷേങ്കിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ബിഗ് ബോസ് ആളുടെ പേര് വിളിക്കുക. ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആര്യനോട് ചോദിക്കുന്നുണ്ട്. ആര്യൻ എന്ന് പറയുമ്പോൾ ആര്യനപ്പോൾ കിച്ചണിലാണ്. അപ്പോൾ അങ്ങനെ എന്തോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട് അവർ ആരും കേൾക്കാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ നമ്മുടെ അക്ബർ അവിടെ പെട്ടെന്ന് ഇരിക്കുമ്പോഴാണ് അക്ബറോട് പറയുന്നത്. അനുമോൾ ആ സോഫയിലിരിക്കുമ്പോഴാണ് അനുമോളോട് ചോദിക്കുന്നത്. നെവിൻ അവിടെ കിടക്കുമ്പോഴാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോരോ ജോലിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് നിങ്ങൾ ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എല്ലാവരും നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കൂ. ഇല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളവർ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. ഇത്തവണയെങ്കിലും എല്ലാവരും നോമിനേഷനിൽ വരണം. അല്ലാതെ സേഫായിട്ട് നിൽക്കാൻ പാടില്ല. ക്യാപ്റ്റൻ ഒഴികെ ബാക്കി എല്ലാവരും വരണം എന്നാണ്. ക്യാപ്റ്റൻ ഇതുവരെ ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി ടൈപ്പ് നോമിനേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.